പരിശുദ്ധ റമദാൻ അത് നമ്മെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി, നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല തന്നിട്ടുള്ള ദിനരാത്രങ്ങളാണ്. അതിൽ ശുദ്ധീകരിക്കപ്പെട്ട നാം അതിന്റെ നേരെ പിറ്റേ ദിവസം മുതൽക്ക് വീണ്ടും വൃത്തികേടാകണം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുന്നില്ല. ശുദ്ധീകരണം എന്ന് പറയുന്നത് ബാഹ്യമായ ശുദ്ധീകരണമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ നമ്മൾ മുത്തഖിയാകുക എന്നതാണ് പരിശുദ്ധ റമളാനിലെ നോമ്പ് കൊണ്ടും റമളാനിലെ നിസ്കാരം കൊണ്ടുമെല്ലാം ഉദ്ദേശം. നമ്മൾ മുത്തഖിയാവുക എന്നതാണ്. അങ്ങനെ നമ്മൾ മുത്തഖീങ്ങളാകുന്നുണ്ടോ എന്നതാണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട വിചാരം. പരിശുദ്ധ റമദാൻ കഴിയുന്നു, അവിടെ പിറ്റേ ദിവസം മുതൽക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ വൃത്തികെട്ട സ്വഭാവവും ജീവിതവും നമുക്ക് സംഭവിക്കുന്നു എങ്കിൽ നമ്മൾ മുത്തഖീങ്ങളിൽപ്പെട്ടവരാണ് എന്ന് പറയാനൊക്കില്ലല്ലോ. ലഅല്ലക്കും തത്തഖൂൻ എന്ന മുത്തഖീങ്ങളാകാൻ എന്ന ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടവരാകണം നമ്മൾ. അതിന് ആദ്യമായി നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം. ഖൽബാണല്ലോ തഖ്വയുടെ ഉറവിടം. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ് എന്ന് ഖൽബിലേക്ക്, ഹൃദയത്തിലേക്ക് ചൂണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സ് 100% ക്ലിയർ ആകണം. ഒരിക്കലും ഞാനൊരു വലിയ ഇബാദത്ത് ചെയ്തവനാണെന്നോ, ഞാൻ ഒരുപാട് ഖുർആൻ ഓതിയെന്നോ, ഞാൻ കുറേ ദിക്ർ ചൊല്ലിയെന്നോ, അല്ലെങ്കിൽ ഞാനൊരു ഇബാദത്തുകാരനാണെന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഞാനൊരു പണ്ഡിതനാണെന്നോ, ഞാനൊരു നല്ലവനാണെന്നോ, ഞാൻ കൂട്ടത്തിൽ എൻ്റെതൊക്കെ റെഡിയാണെന്നോ, അങ്ങനെയൊന്നുമുള്ള കിബിർ നമ്മുടെ ഖൽബിൽ കടന്നു വരാൻ പാടില്ല. മറ്റു നിലക്കുള്ള കിബിറും നമ്മുടെ ഇടയിൽ, നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. നമ്മളെപ്പോഴും താഴ്മയുള്ള മനസ്സുള്ളവരായിരിക്കണം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ താഴ്മയോടുകൂടെ ജീവിക്കുന്നവരെയാണ് പുകഴ്ത്തി പറഞ്ഞത്. എപ്പോഴും എല്ലാവരെക്കാളും പാവപ്പെട്ടവൻ, അറിവ് കുറഞ്ഞവൻ, അമലില്ലാത്തവൻ, ഒന്നുമില്ലാത്തവൻ ഞാനാണ് എന്ന ധാരണയാണ് ആത്മീയ രംഗത്ത് നമുക്കുണ്ടാകേണ്ടത്. അതേ സമയത്ത് ഭൗതികമായ രംഗത്ത് നമുക്ക് തിരിച്ചാണ് ചിന്ത ഉണ്ടാകേണ്ടത്. അതായത് അഹങ്കാരത്തിന്റെ ചിന്തയല്ല, മറിച്ച് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള ചിന്ത. അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. അയാൾക്ക് അത്രയും വലിയ വീടുണ്ടല്ലോ, അത്രയും നല്ല കാറുണ്ടല്ലോ, അദ്ദേഹത്തിന് അത്രയും നല്ല ബിസിനസ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഇത്രയൊക്കെ അള്ളാഹു തന്നിട്ടുണ്ടല്ലോ, അതൊന്നുമില്ലാത്തവർ വേറെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഭൗതികമായ രംഗത്ത് നമ്മുടെ ചിന്ത പോകേണ്ടത്. ഈ ദുനിയാവ് നമുക്ക് ജീവിക്കാനുള്ളതല്ല, ജീവിതത്തിലേക്ക് യാത്ര പോകാനുള്ളതാണ്. ജീവിക്കാനുള്ളത് ലഹിയൽ ഹയവാൻ എന്ന് ഖുർആൻ പറഞ്ഞ ശരിയായ ജീവിതമുള്ളത് പാരത്രിക ലോകത്താണ്. ആ ലോകം വിജയിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം, ഒരൽപ്പവും അഹങ്കാരമില്ലാതെ, അതുപോലെ ആരോടും അസൂയയില്ലാതെ. ഏത് രംഗത്ത് അല്ലാഹു തആല ആർക്കെന്ത് അനുഗ്രഹം കൊടുത്താൽ അതിൽ നമ്മുടെ മനസ്സിൽ ഒരു പ്രതിഷേധവും ഉണ്ടാകാൻ പാടില്ല. ആ പ്രതിഷേധമാണല്ലോ അസൂയ എന്ന് പറയുന്നത്. അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്നതിൽ നമ്മുടെ മനസ്സിനൊരു വിഷമം. അങ്ങനെ ഒരു വിഷമത്തിന്റെ ആവശ്യമില്ലല്ലോ. ആർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്തു കൊടുക്കണം, എല്ലാം അറിയുന്നവൻ, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന രാജാവായ അല്ലാഹുവാണ്. ആ അല്ലാഹു നമുക്ക് തരാത്ത പലതും മറ്റൊരാൾക്ക് കൊടുക്കും, അവർക്ക് കൊടുക്കാത്ത പലതും നമുക്ക് തരും. അതിന്റെ പേരിൽ ഒന്നും പരസ്പരം അസൂയ എന്ന് പറയുന്നത് മനസ്സിന് അതിലൊരു പ്രതിഷേധം. അയാൾക്കങ്ങനെ കിട്ടിപ്പോയല്ലോ, അയാളങ്ങനെ ഉഷാറായി പോയല്ലോ, അങ്ങനത്തെ ഒരു ധാരണ ഒരാളെ സംബന്ധിച്ചും നമുക്കുണ്ടാകാൻ പാടില്ല. അതെന്ത് വിഷയമാണ്. ഒരാൾ നല്ല ഭംഗിയുള്ള ആളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഭംഗി കൊടുത്തു, അതൊരു പരീക്ഷണമായിരിക്കും. ആ ഭംഗി മുഖേന അദ്ദേഹം അല്ലാഹുവിനെ അനുസരിക്കുന്ന വിധത്തിലാണോ അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത്, അല്ല ആ ഭംഗി അത് ഹറാമിലേക്ക് പോകാനാണോ ഉപയോഗപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കും. വേറെ ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകുന്നു,
ആ സമ്പത്ത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കും. ആ സമ്പത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സാണോ അദ്ദേഹത്തിന് അല്ലാഹു കൊടുക്കുന്നത്? അല്ല, അത് ദൂർത്തടിച്ച് അനാവശ്യങ്ങൾക്ക് ചെലവഴിച്ച് അങ്ങനെയാണോ ഈ സംഖ്യകൾ ചെലവഴിക്കാൻ അവന്റെ മനസ്സിൽ തോന്നുന്നത്? അവിടെയും പരീക്ഷണമാണ്. എത്ര പാവപ്പെട്ടവരുണ്ട് നമ്മുടെ മുന്നിൽ, എന്തെല്ലാം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അത്തരം പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഖ്യ കൊടുത്ത് സഹായിക്കുന്നതിന് പകരം പെരുന്നാളാകുന്നതോടുകൂടെ കുറെ ആയിരക്കണക്കിന് ഉറുപ്പികയുടെ പടക്കം വാങ്ങിക്കൊണ്ടുവന്ന് പൊട്ടിച്ച് കസർത്തുന്ന കൂട്ടത്തിലില്ലേ? ഈ പടക്കം പൊട്ടിക്കൽ ഫർളോ സുന്നത്തോ ആണോ? അങ്ങനെ ഏതെങ്കിലും കിതാബ് പറഞ്ഞിട്ടുണ്ടോ? എത്ര സാധുക്കളുണ്ട് ഇവിടെ ജീവിക്കാൻ വിഷമിക്കുന്നവർ, ചികിത്സിക്കാൻ വിഷമിക്കുന്നവർ, അതുപോലെ വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർ, അങ്ങനെ എത്ര സാധുക്കളുണ്ട് ഇവിടെ. അതൊക്കെ ആഖിറത്തിലേക്ക് ഡിപ്പോസിറ്റ് ആവൂലേ? അതാ പാവപ്പെട്ടവർക്ക് കൈമാറിയാൽ. എന്തെല്ലാം ദീനീ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. അതിനെ സഹായിച്ചാൽ ആഖിറത്തിലേക്ക് എന്നെന്നും നിലനിൽക്കുന്ന വലിയ സദഖയായി അത് ഫലവത്താവൂലേ? അതിന് പകരം കുറെ പണം ദൂർത്തടിച്ച് കുറെ പടക്കം വാങ്ങി കൊണ്ടുവന്ന് അതിങ്ങനെ കടകടാന്ന് പറഞ്ഞ് പൊട്ടിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആലയിൽ കെട്ടിയ പശുക്കൾ ഭയപ്പെട്ട് അതിങ്ങനെ ചാടുന്നു, അത് പേടിക്കുന്നു. അപ്പുറത്ത് ഉമ്മമാര് വളരെ ബുദ്ധിമുട്ടി കിടത്തി ഉറക്കിയ കുട്ടികൾ ഉറക്കി തെളിഞ്ഞ് നെട്ടിത്തെളിഞ്ഞ് അവരിങ്ങനെ ഒട്ടഹസിച്ച് കരയുന്നു. ഈ ഉമ്മയുടെ ജോലിയെല്ലാം അത് മുഖേന നഷ്ടപ്പെടുന്നു. അതുപോലെ ഇങ്ങനെ തുടങ്ങി അവസാനം പറഞ്ഞാൽ വെറും ഈ പടക്കത്തിന്റെ കാരണത്താൽ മാത്രം വലിയ സന്തോഷത്തോടെ ഇബാദത്ത് ചെയ്യേണ്ടുന്ന പെരുന്നാളിന്റെ അന്ന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്ന എത്ര ആളുകളുണ്ട്. കൈ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, മുഖം പൊട്ടിത്തെറിച്ചവരുണ്ട്, എത്ര അബദ്ധങ്ങൾ അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ബോധം വളരെ കുറവാണ്. വാസ്തവത്തിൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണം, നിങ്ങൾ വിജയികളാകും. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഞാൻ ചെയ്യുന്നത് ഫലവത്താണോ, നന്മയാണോ, എനിക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഉപകാരം കിട്ടുന്നതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഏതൊരാളും ഒരു നയാകാശ് പോലും ചെലവഴിക്കാൻ പാടുള്ളൂ. സമ്പാദിക്കുമ്പോഴും ആ ചിന്ത വേണം. ഞാൻ ഈ സമ്പാദിക്കുന്നത് ഹലാലാണോ, അള്ളാഹു അനുവദിച്ചതാണോ, ആ ചിന്ത വേണം. അങ്ങനെയുള്ള ചിന്തയോടുകൂടിയാകണം. സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിൽ ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെയാണ് ആ സമ്പത്ത് സമ്പാദിച്ചത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹു അനുവദിക്കാത്ത മാർഗങ്ങളിൽ ഒന്നും ഒരു നയാകാശും എന്റെ കയ്യിൽ വന്നു പോകരുത് എന്ന നിർബന്ധം മോമിനീങ്ങളായ ആളുകൾക്കുണ്ടാകണം. അപ്പോഴേ ഒരാൾ മുത്തഖിയാവുള്ളൂ. എങ്ങനെയെങ്കിലും സമ്പാദിക്കുന്നവൻ മുത്തഖിയാവില്ല. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നുണ്ടാക്കി എന്ന് അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന സമയത്ത് ചോദിക്കും. വഫീമ അൻഫഖഹ, ഏത് വിഷയത്തിൽ ചെലവഴിച്ചു, വരവിന്റെ കണക്കും ചെലവിന്റെ കണക്കും അള്ളാഹുവിന്റെ അടുക്കൽ പറയേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. അങ്ങനെ നമ്മൾ ആരോടും അസൂയയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, പലരും നമ്മളോട് തെറ്റ് ചെയ്തവരുണ്ടാകും. പക്ഷേ ആ തെറ്റ് ചെയ്തൊക്കെ ഓർമ്മിച്ച് നടക്കാനുള്ളതല്ല. ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം മറന്നു കളയണം, അങ്ങോട്ട് ചെയ്ത തെറ്റുകൾ ഓർമ്മിക്കണം. അങ്ങനെയാണ് ഒരു ശരിയായ മനസ്സുള്ളവന്റെ സ്വഭാവം ഉണ്ടാകേണ്ടത്. ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ എന്നും ഓർമ്മിക്കണം, അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും ഓർമ്മിക്കാൻ പാടില്ല. നമ്മൾ നേരെ തല തിരിച്ചാണ്. നമ്മുടെ മനസ്സ് നന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചാണ് തോന്നുക. അങ്ങോട്ട് ചെയ്ത ഉപകാരമൊക്കെ ഇങ്ങനെ എപ്പോഴും ഓർമ്മിച്ച് നടക്കും. അവനോട് അവന് ഞാൻ അത് ചെയ്തു കൊടുത്തില്ലേ, ഇത് ചെയ്തു കൊടുത്തില്ലേ എന്നിങ്ങനെ തോന്നും. അങ്ങനെ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ ഓർമ്മിക്കാൻ പാടില്ല. കാരണം അത് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഒരു തൗഫീഖാണ്. അത് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടിയ ഒരു തൗഫീഖാണ്. അത് നമ്മുടെ വകയാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അത് അള്ളാഹു തആല എനിക്ക് ചെയ്തു തന്നൊരു തൗഫീഖ്. അതിന്റെ ക്രെഡിറ്റ് അള്ളാഹുവിനാണ്. അതിന് അൽഹംദുലില്ലാഹ് പറയാം. അള്ളാഹു അതിനൊരു അവസരം തന്നു, അതിന് അൽഹംദുലില്ലാഹ് പറയാം എന്നല്ലാതെ ഞാൻ അവനിങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുത്തവനാണ് എന്ന് നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല. അതേസമയം മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്, മനുഷ്യന്മാർക്ക് നന്ദിയില്ലാത്തവൻ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവനാവൂല. ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. ഏറ്റവും വലിയ ഉപകാരം നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് ആരെങ്കിലും വല്ലതും ചെയ്തു തന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഉപകാരം.
നമുക്ക് ദുന്യാവിലേക്ക് ഒരാൾ നമുക്ക് വസ്ത്രം വാങ്ങി തന്നു, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം വാങ്ങി തന്നു, അല്ലെങ്കിൽ വാഹനം വാങ്ങി തന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്തു, അതെല്ലാം ഉപകാരം തന്നെയാണ്. അതിനൊക്കെ നമ്മൾ നന്ദിയുള്ളവരാകണം. ഏറ്റവും വലിയ നന്ദി അവരില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്. അവരുള്ള സമയത്ത് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, അത് നല്ലതാണ്. പക്ഷേ ഒരാൾ ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്തവനെ മനസ്സിൽ ഓർമ്മിച്ച് എന്നിട്ട് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ആ ദുആക്ക് കൂടുതൽ ഉത്തരവുണ്ട്. ഗീബത്തിലുള്ള ദുആ, അതായത് ആള് സദസ്സിൽ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആർക്കും. അത് വലിയ ആത്മാർത്ഥതയുള്ള ഒരു ദുആയാണല്ലോ. കാരണം ഒരിക്കലും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനല്ല, അദ്ദേഹം അറിയാനല്ല, മറിച്ച് അദ്ദേഹത്തോട് മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഒരു നല്ല സ്നേഹം, ആ സ്നേഹത്തിന്റെ പേരിൽ മുഅ്മിനായ മനുഷ്യന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന അത് വലിയ നന്ദിയാണ്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാ, മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവനാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപകാരം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതേ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഓർമ്മിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഫലമാണ്. ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത് തന്നെ പലപ്പോഴും ഈ സദസ്സിൽ പങ്കെടുത്തവർ അല്ല, മറിച്ച് സദസ്സിൽ പങ്കെടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ സദസ്സിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയും അതുപോലെ പങ്കെടുക്കാത്തവർക്ക് വേണ്ടിയും ദുആ ചെയ്യാനാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു തആല നന്ദിയുള്ള ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകണം.